പരിശുദ്ധ പരമപിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ മഹാസംഗീത വിരുന്നായ ഹോളി ബീറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Come, let's sing and praise the Lord with a lot of happiness and songs together. അമ്മേ മാതാവേ, അമ്മയുടെ കാപ്പാടുള്ള എന്നെ സംരക്ഷിക്കണമേ. എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ. ഞാൻ ചെറുതാവുമ്പോൾ എൻ്റെ അമ്മച്ചി പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പാട്ട് എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. കാരണം അത് മാതാവിനെ കുറിച്ചുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് പാടാൻ വരുന്നത് നിയക്കുട്ടിയാണ്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നിയനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹായ് നിയ. അപ്പൊ ഇന്ന് മാതാവിന്റെ പാട്ടാണല്ലേ പാടുന്നത്? എന്തുകൊണ്ടാണ് മാതാവിന്റെ ഒരു പാട്ടെടുക്കാൻ തീരുമാനിച്ചത്? ഇതിന് കാരണം ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് മാതാവിന്റെ പാട്ടുകളാണ് പാടാറുള്ളത്. എനിക്ക് മാതാവിന്റെ പാട്ടും മാതാവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വേദിയിലും ഒരു മാതാവിന്റെ പാട്ട് പാടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടുന്നത്. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് നീയുടെ പാട്ട് കേൾക്കാം.
നമുക്കിഷ്ടമുള്ളവരുടെ അടുത്ത് നമ്മൾ ഒരുപാട് സംസാരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാഥനായ ഈശോനോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ്ങാണ് അടുത്തത്. ഈ പാട്ട് പാടാൻ പോണത് ഫേബയാണ്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ മോളെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. ഹായ് ഫേബ. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം മോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് തന്നെ ഇവിടെ സെലക്ട് ചെയ്തത്? ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പം ഒരു വേദിയിൽ ഇത് പാടണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. ആണ് അല്ലേ? അപ്പം നമുക്കിനി ഫേബയുടെ പാട്ട് കേട്ടാലോ? ഓക്കെ. ചേർത്തണയ്ക്കൂ നാ
അനുദിന ജീവിതത്തിൽ കർത്താവായ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. ഇതൊരു ട്രയോ സോങ് ആണ്. അപ്പം ആ ഗ്രൂപ്പിലെ ഒരാളെ ഞാനിപ്പോൾ ഈ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. സോ ഡിലൻ പ്ലീസ്. ഹായ് ഡിലൻ. ഹായ്. അപ്പോൾ ഡിലൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു പാട്ട് എഴുതിയത് ആരാ, അങ്ങനെയൊക്കെ അറിയോ? പാട്ട് എഴുതിയതും കമ്പോസ് ചെയ്തിരിക്കുന്നതും ജോജി നരക്കത്താനം എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. പിന്നെ അനുദിനം നമ്മെ കാക്കുന്ന തമ്പരാനോട് ഒരു നന്ദി സൂചകമായിട്ട് തന്നെയാണ് ഈ പാട്ട് പാടാൻ ആഗ്രഹിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ പാട്ടിലേക്ക് കടക്കാം അല്ലേ? അനുദിനം കരുതുന്ന സ്നേഹമൂർത്ത് നന്ദിയോടെ തിരുമുൻപിൽ വണങ്ങിടുന്നു. അനുദിനം നടത്തുന്ന വഴികളെ ഓർത്ത് നന്ദിയാലി തിരുനാമം വാഴ്ത്തിടുന്നു. അനുദിനം കരുതുന്ന സ്നേഹമൂർത്ത് നന്ദിയോടെ തിരുമുൻപിൽ വണങ്ങിടുന്നു. അനുദിനം നടത്തുന്ന വഴികളെ ഓർത്ത് നന്ദിയാലി തിരുനാമം വാഴ്ത്തിടുന്നു. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, ശരണവും ബലവും നീയേ. എല്ലാം ഒട്ടും മടങ്ങും തിരുമുൻപിൽ, എല്ലാ നാവും നിൻ സ്നേഹം കീർത്തിച്ചിടും. അനുദിനം പുലർത്തുന്ന ദിനങ്ങളെ ഓർത്ത് നന്ദിയാലെ ഉള്ളം തിങ്ങി നിറയുന്നു. അനുദിനം പുലർത്തുന്ന ദിനങ്ങളെ ഓർത്ത് നന്ദിയാലെ ഉള്ളം തിങ്ങി നിറയുന്നു. അനുദിനം ചൊരിയുന്ന കൃപകളെ ഓർത്ത് ഹല്ലേലൂയ ഗീതം പാടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഗീതം പാടി സ്തുതിക്കുന്നു. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, ശരണവും ബലവും നീയേ. എല്ലാം ഒട്ടും മടങ്ങും തിരുമുൻപിൽ, എല്ലാ നാവും നിൻ സ്നേഹം കീർത്തിച്ചിടും.
നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും നന്മ പ്രവർത്തികൾ ചെയ്തിട്ട് ഇത്രയും ത്യാഗങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കാത്തതെന്ന് ആലോചിക്കാറുണ്ട് അല്ലേ? അതിനുള്ളൊരു ഉത്തരമാണ് ശരിക്കും അടുത്ത ഗ്രൂപ്പ് സോങ്. സോ അതിനു വേണ്ടിയിട്ട് എൻ്റയർ ടീമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡിലുണ്ടായിരുന്ന എല്ലാ സോങ്സും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് സാറ്റർഡേ ഈ സെയിം ടൈമിൽ ഞങ്ങൾ വീണ്ടും വരുന്നതാണ് കുറച്ചധികം ഹൃദയസ്പർശിയായ ഗാനങ്ങളുമായി. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി എവരിവൺ, ബൈ.